മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപതിയാണെന്നും കർക്കശക്കാരനാണെന്നുമുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടി നിരത്തുമ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഹരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ചുറ്റും ചേർന്ന് നിൽക്കുന്നവരൊക്കെ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരാകുന്നു എന്നുള്ളതായിരുന്നു. എന്തിനേറെ സ്വന്തം മകൾ പോലും ഒരു അഴിമതി ആരോപണത്തിൽ വിധേയപ്പെട്ടു പോയി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. മുഖ്യനുമായി ചേർന്ന് നിൽക്കുന്ന MLA മാർ, മന്ത്രിമാർ, ഓഫീസ് സ്റ്റാഫുകൾ, സ്വന്തം മകൾ, അങ്ങനെ പലരുടെയും പേരുകൾ അഴിമതി ആരോപണത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നിരയും അല്ലാതെയും ഒക്കെ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയെ ബാധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നാളിതുവരെ ഒരു പ്രശ്നവും ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഉണ്ടായിട്ടില്ല, ഒരു ചെറിയ അനക്കം പോലും. തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം പുച്ഛിച്ച് തള്ളുകയോ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ വളരെ തന്ത്രപരമായി എതിർക്കുകയോ ചെയ്യുന്നൊരു ശൈലി മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി MLA മാരും മന്ത്രിമാരും ഉള്ളതുകൊണ്ട് തന്നെ മുഖ്യനിലേക്ക് ആ ആരോപണങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു രക്ഷാകവചം അവർ തീർക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ആകണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ചാഞ്ചാട്ടം വരാത്ത രീതിയിലേക്ക് ഈ ആരോപണങ്ങളെല്ലാം വഴിത്തിരിഞ്ഞു പോയത്. ഇല്ലെങ്കിൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഒരു വലിയ അഴിമതി ആരോപണത്തിൽ പെട്ടുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം രാജ്യയുടെ വക്കീലേക്ക് എത്തേണ്ടതാണ്. അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ മറ്റൊരു കുടുക്കിൽ വീണിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൻ്റെ ഓഫീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ഒരു വലിയ ഊരാക്കുടുക്കിലേക്ക് പോവുകയാണ്. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. KM എബ്രഹാം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതി CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. KM എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഹർജി. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബി CEO എന്നീ പദവികളിൽ തുടരുകയാണ് KM എബ്രഹാം. കൊച്ചി CBI യൂണിറ്റിലാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. സംസ്ഥാന വിജിലൻസ് KM എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച് തള്ളിയിരുന്നു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് അന്വേഷണം നടന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിൻ്റെ വീട് അളന്നതും ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു. IAS-കാർ സമരത്തിലേക്ക് നീങ്ങാൻ കാരണവും ഈ അന്വേഷണമായിരുന്നു. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തൻ കൂടി നിയമക്കുടുക്കിൽ പെടുന്നു എന്ന് സാരം. ഇനി ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കുവാനാണ്, ഏത് തരത്തിലുള്ള ചട്ടക്കൂടിനുള്ളിൽ നിർത്തിക്കൊണ്ട് പ്രതിരോധിക്കുവാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തീരുമാനിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.